ദുരന്തം തന്നെയാണ്. ആ ദുരന്തത്തിന് ഞാൻ അത്ഭുതത്തിനെ ദുരന്താക്കാൻ പോകണ്ടല്ലോ ഞാൻ. എനിക്കിപ്പോ ഉണക്കത്തിനെ പിടിച്ചു നിർത്താൻ പറ്റുമോ? ആലമ്പുണ്ടാക്കരുതെന്ന് അലിഗേറ്ററിന് കിട്ടിയതാണ് 5.5 കിലോ തൂക്കം പേപ്പറിലുണ്ട് ഇന്നത്തെ അലിഗേറ്റർ. മതി, നല്ല വലിപ്പുണ്ട്. റിലാക്സ്. സ്കൂട്ടർ ഒരു കൊതു അടിക്കട്ടെ. കൊണ്ടുപോയ കടപ്പ തിരിച്ചു തരുമോ ചോദിക്കാൻ തരുതാ. ഒരു കഷ്ണം അതിൽ പിടിച്ചു പറയാ. മങ്ങണ്ട ഇങ്ങനെ തന്നെ തുറപ്പിച്ച് തന്നെ തിന്നണം. ഓ ഇതിങ്ങനെ കാര്യം തന്നെ വിജയിക്കും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അത് ചിലപ്പോ 90 വയസ്സാവും. ചേട്ടനെ ഇപ്പോഴും 10-30 വയസ്സ് തികച്ചു തോന്നില്ലല്ലോന്ന്. നമ്മുടെ വീട്ടില് വീണ്ടും ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുന്നു. അത്ഭുതം പറഞ്ഞാൽ ദുരന്തം തന്നെയാണ്. ആ ദുരന്തത്തിന് ഞാൻ അത്ഭുതത്തിനെ ദുരന്താക്കാൻ പോകണ്ടല്ലോ ഞാൻ. അത്ഭുതത്തിന് ദുരന്താക്കി. ആദ്യം അത്ഭുതം. ശരി ശരി ചേട്ടാ ആദ്യം ഇതിങ്ങനെ കണ്ടിട്ട് ഞെട്ടിട്ട് അത്ഭുതം അല്ല വരുന്നത്. അല്ല വിഷമാണ് വന്നത്. അത് കഴിഞ്ഞ് വിഷമം. നമ്മൾ 16 നമ്മുടെ വീട് താമസിച്ച ടൈമിൽ വെച്ചിട്ടുള്ള കണിക്കൊന്നയാണിത്. 16 വർഷം പഴക്കമുള്ള കണിക്കൊന്നയാണിത്. ഈ കണിക്കൊന്നയ്ക്ക് എന്തോ സംഭവിച്ചു. ഇതിന്റെ ഇലകളൊക്കെ തന്നെ കൊഴിഞ്ഞത്. പച്ചലകൾ മുഴുവൻ കൊഴിഞ്ഞ് മിറ്റത്ത് നിറഞ്ഞു കിടക്കണം. മിറ്റത്ത് ഇവിടെ മുഴുവൻ നിറഞ്ഞു കിടക്കാണ്. എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ഇത്തവണ കണിക്കൊന്ന പൂത്തതായിരുന്നു. ഇപ്പൊ ഈ 2 ദിവസമായിട്ട് ഈ സാധനം ഇതിന് കേടുപാടുകളൊന്നും തന്നെ കാണാനില്ല. കേട് വന്നിട്ടില്ല. പെട്ടെന്ന് അങ്ങോട്ട് വാടി. അപ്പൊ എനിക്ക് തോന്നിയിട്ടാ ഇത് വാടിയിട്ട് മൊത്തം എല്ലാ ഇലകളും ഇങ്ങനെ വാടി ഇങ്ങനെ നിൽക്കുക. അപ്പം ഞാനത് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞില്ല. പക്ഷെ 2 ദിവസം മുന്നേ തൊട്ട് ഇല കൊഴിയാൻ തുടങ്ങി. എന്താണ് കാരണം എന്ന് അറിയില്ല. ഇത് ഈ ഇവരില്ലേ ഫോറസ്റ്റ് കേരള ഫോറസ്റ്റ് ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടില്ലേ, അവിടെ പോയി പറഞ്ഞാൽ അവർക്ക് ഇതിൻ്റെ കാരണം കണ്ടെത്താൻ പറ്റും. മരത്തിൻ്റെ ഇലകൾ കൊഴിഞ്ഞ് ഇത് പോണങ്ങണതിൻ്റെ ലക്ഷണമാണെന്ന് അറിയില്ല. വിശ്വാസം പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടുകാർക്ക് വരുന്ന ദോഷങ്ങളെ മരങ്ങൾ സ്വീകരിച്ച് നമുക്കതിൽ നിന്ന് ഉണങ്ങും എന്ന് പറയും. അങ്ങനെ നമ്മുടെ കൂവളം ഒരിക്കൽ ഉണങ്ങിപ്പോയി. ഇപ്പൊ കണിക്കൊന്ന 2 കണിക്കൊന്ന ഇപ്പുറത്തും അപ്പുറത്തും അന്ന് വെച്ചതാണ്. ആ കണിക്കൊന്ന അവിടെ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ താമസമായ ടൈമിൽ വലിയ താമസമായി കഴിഞ്ഞിട്ട് 3 കൊല്ലം കഴിഞ്ഞപ്പോൾ നല്ല രക്തചന്ദനം നല്ല കനുള്ളത് ഉണങ്ങിപ്പോയത് ഓർമ്മയില്ലേ? അവിടെ നിന്നിട്ട് നല്ല വലിപ്പമുണ്ട്. അതും ഇങ്ങനെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ നിന്ന് ഇലകളെല്ലാം ഒരുമിച്ച് ഇങ്ങനെ വാടുക, കൊഴിയുക, ഉണങ്ങും. ഇതിനി ഉണങ്ങോ ഇനി ഇത് വീണ്ടും തളിർക്കോന്ന് അറിയില്ല. തളിർക്കാൻ സാധ്യതയില്ല ഇതിന്റെ നിൽപ്പ് കണ്ടിട്ട്. അതൊരു ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കി. ഒരു മരത്തുമ്മ ഇത്രമാത്രം ഇലകളുണ്ടെന്നുള്ളത് നമുക്ക് ഇവിടെ കിടക്കുമ്പോൾ അറിയണല്ലോ അല്ലെ? മോളിൽ നിൽക്കുമ്പോൾ എന്തിട്ട് ഇലകൾ കാണുന്നത് അറിയില്ല. ചേട്ടനിപ്പോ മരം ഉണങ്ങിയാലും വലിയ വിഷമില്ലാന്നുണ്ടല്ലേ? എനിക്കിപ്പോ ഉണക്കത്തിനെ പിടിച്ചു നിർത്താൻ പറ്റുമോ? ഉണക്കത്തിനെ എനിക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ? അല്ല എന്നാലും ഒന്ന് വിഷമിച്ചൂടെ ചേട്ടന്? അത്ര വലിപ്പത്തിയൊരു മരം. ചേട്ടനിപ്പോ ഈ മരങ്ങള് അല്ല ഒന്ന് ചീഞ്ഞാലേ ഒന്നിന് വളമാകൂന്ന് പറയണ പോലെ അത് പോയാൽ വേറെ മരം വയ്ക്കാൻ അപ്പുറത്ത് മാവുണ്ട്. ഈ മാവ് ഇതിന്റെ തണലില് വെട്ടിട്ട് വളരാണ്ട് നിക്കാണ്. ഇത് വളർന്നാൽ അടിപൊളിയാ. എന്താ വെച്ചാ ഇത് കുളമ്പ് മാവാ. എന്ന് പറഞ്ഞാല് അസാധ്യ ടേസ്റ്റാണ്. ടേസ്റ്റ് അത്രയും ടേസ്റ്റ്. അപ്പൊ ആ മാവ് വലുതായി ഇവിടെ തണലാവും. അയ്യോ ഇവിടെ വെയിലായി. നീ അടിച്ചു വരാം. അവിടെ പണിയുണ്ട്. ഇവിടെ ക്ലീനിങ് ആണ് ഇന്നത്തെ എന്റെ പണി. അവിടെ എന്റെ ഒരു പണിയുണ്ട്. ചേട്ടന്റെ പണിക്ക് എന്തിനാ എന്നെ വിളിക്കണം? നിങ്ങൾ വരണ്ട. അപ്പൊ ഞാൻ ചെയ്യാൻ പോണ കാര്യം കാണിച്ചോ. നീ അലമ്പുണ്ടാക്കരുതിട്ടാ. അലമ്പുണ്ടാക്കരുതെന്ന്. അലമ്പുണ്ടാക്കി അപ്പൊ എന്തോ നമ്മുടെ ഞാൻ മീൻകുളം പറ്റിച്ചു. അതിനിപ്പോ എന്തൊരു കുഴപ്പം? പറ്റിക്കാറുള്ളതല്ലേ നമ്മള്. അല്ല മീൻകുളം പറ്റിച്ചു. കാരണം ഉണ്ടെന്ന്. വാ അങ്ങോട്ട് വാ. മീൻ പിടിക്കാൻ പോണ്. പിടിച്ചോളൂ. മീൻ പിടിക്കാൻ പോവാ. മീൻ പിടിക്കൽ സാധാരണയാണല്ലോ. ഇന്നത്തെ മീൻ പിടിക്കലിന് പ്രത്യേകത എന്തുട്ടാ? ചേട്ടൻ മീനെ മൊത്തം പിടിച്ച് വല്ലവർക്ക് കൊടുക്കാൻ പോവാണോ? എന്നാലും എനിക്കൊരു കുഴപ്പമില്ല. അതിൽ 2 വെള്ളവാളി ഉണ്ടല്ലോ വണ്ടൻ.
അവറ്റങ്ങളെ ഞാൻ പിടിച്ചിട്ട് ഫിഷ് ടാങ്കിൽ ഇടാൻ പോവാ വലിയവറ്റങ്ങളെ. അതിലേക്കാ ആ അവറ്റങ്ങൾ അത് മുഴുവൻ മറയ്ക്കും. ഏയ് അതിലത്തെ കല്ലും അതിൽ വെച്ചാണ് ചെടികളും ഒക്കെ അവറ്റകൾ മറച്ചിടും. ഇല്ലില്ല. ചേട്ടാ കണ്ണംകുളങ്ങര കൊണ്ടുപോയി ഇട്ടിട്ട് അനുഭവം ഉള്ളതല്ലേ. കണ്ണംകുളങ്ങര ഇവറ്റങ്ങളുടെ നല്ല സ്വഭാവം ഇവിടെ പഠിച്ചിട്ടുണ്ട്. ഈ വാളകളെ ചെറുതായിരിക്കുമ്പോ തന്നെ തൊട്ട് നമ്മൾ അങ്ങനത്തെ ഫിഷ് ടാങ്കിൽ ഇടാണെങ്കിൽ അവറ്റകൾ വളർന്നു പോകും, കുഴപ്പമുണ്ടാവില്ല. പക്ഷെ ഈ വിറ്റകൾ ഇപ്പൊ കുറെ കാലമായിട്ട് ഇതിൽ ഇരുട്ടിൽ കിടന്നിട്ട് വിറ്റകൾ കയ്യിൽ വരുന്ന വെളിച്ചവും നമ്മളൊക്കെ കാണുമ്പോ വിറ്റകൾ ഭയങ്കര പാനിക്കാവാ. അതാണ് അവിടെ ഉണ്ടായത്. എന്നിട്ട് മോന്തൊക്കെ ചോര ഒലിപ്പിച്ച് അത്തേനെ വെറുതെ വേണ്ട ചേട്ടാ. നോക്കിയൊക്കെ പരീക്ഷിക്കുക. അതെല്ലാം ഇട്ട് നോക്കിയിട്ട് കുഴപ്പമുണ്ടെങ്കിൽ വെള്ളം പറ്റിച്ചിട്ട് അവരെ പിടിച്ച് ഇതിൽ തന്നെ കൊണ്ടുവന്നിടും. പക്ഷെ ഈ രണ്ടെണ്ണം അതില് ഇതൊരു ഒരുമിച്ചതാ. രണ്ടെണ്ണേ കെടുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാത്ത ഭയങ്കര ഭംഗിയാവും. പക്ഷെ കിടന്നിട്ട് അലമ്പുണ്ടാക്കുന്ന ഇല്ലെങ്കിൽ നമുക്ക് അപ്പം മാറ്റാം. എന്തേലും ചെയ്. അതെ ഇന്നലെ മറ്റേ ഒരാൾക്ക് പുഴയെന്ന് മറ്റേ അലിഗേറ്ററിന് കിട്ടിയതാണ്ട 5.5 കിലോ തൂക്കം പേപ്പറിലുണ്ടെന്നത്തെ അലിഗേറ്റർ. അതിനൊന്നുമില്ല, അലിഗേറ്ററിന് കിട്ടിയെന്ന്. എന്നിട്ട് വിൽക്കാൻ പറ്റിയില്ലാന്ന്. അലിഗേറ്ററിന് വിൽക്കാൻ പറ്റിയില്ല. 5000 രൂപ കൊടുത്തെന്ന്. 5.5 കിലോനെ 6 കിലോനെ തൂക്കമുള്ള അലിഗേറ്ററിന്. അത് പക്ഷെ നമ്മളെ തിന്നും. അപ്പൊ 2 വെള്ള ജഗുവ ബക്കറ്റ് വലിയ വാളകളുണ്ട്. നോക്കിക്കണ്ട. അതെടുത്ത് സാർ ഈ സാധനം എടുത്തേ. കുഴപ്പമുണ്ടെങ്കിൽ അപ്പം മാറ്റാം, നീ പേടിക്കണ്ട. തർക്കിൻ്റെ ആവശ്യമില്ല. ഞാൻ വെറുതെ ഒന്ന് ഇട്ട് നോക്കിയോ. നമ്മുടെ ഫിഷ് ടാങ്കിൽ പറ്റാണെങ്കിൽ നല്ല ഭംഗിയല്ലേ ഇത് കാണാനായിട്ട്. ഇതിൽ കിടന്നിട്ട് ഇപ്പോൾ നോക്കി ഈ വെള്ള വാളനെ ആർക്ക് കാണാനാ? എനിക്ക് പൊങ്ങണില്ല. ഈ ബക്കറ്റ് നിന്റെ അടുത്ത് വെച്ചോണ്ട വെള്ളവാള വേണ്ട. ഇവറ്റൊക്കെ കഴുകിയിട്ട് അതിലേക്ക് ഇടാനാണ്. എന്നിട്ട് മറ്റേ ഈ പൈപ്പിലോപ്പി എന്നെ പിടിക്കാം. വേണ്ട കൊണ്ടുവാ. വീഴൂട്ടാ വീഴും. ഇനി 3 വാളുണ്ട് സരിത. 2 നോക്കിയേക്കാം. ഇതിലുണ്ടോ നോക്കട്ടെ ഏട്ടാ. എന്നിട്ട് മീൻ പിടിക്കാം. ഇല്ലല്ലോ. ഇല്ല ചേട്ടാ, ചേട്ടൻ എന്താ പറയുമ്പോ മനസ്സിലാവില്ലേ. വെള്ളം വിടട്ടെ അതിലേക്ക്. വെള്ളം വിടട്ടെ, മോട്ടർ അടിക്കട്ടെ. മോട്ടത്തിൽ അടിച്ചാലും അല്ല മീൻ പിടിക്കില്ല. മീൻ പിടിക്കണം അല്ലേ? നിനക്ക് വറക്കാൻ വേണ? വേണം. വലിയ പിലോപ്പി ഇത്. ഈ പിലോപ്പിനെ പിടിച്ചതേ ഇവൻ പോലും അറിഞ്ഞിട്ടില്ല. എത്ര വേണം? ചേട്ടാ അതിന്റെ വായ തുറന്നു നോക്കി നോക്കിയ മുട്ടെങ്ങാനുണ്ടോന്ന്. ഒരു മിനിറ്റ് അവിടെ. പണ്ടത്തേലുള്ളതാവൂല്ലേ ഇവരൊക്കെ? ആദ്യത്തേല് മിണ്ടാതെ ഉരിയാടാതെ ബക്കറ്റിന്റെ മൂലയിൽ കൊണ്ടുവന്ന് സ്ഥാപിക്കുക. ഇനി അത് വലുത് പുറത്ത് 2 മതി. 2 മതിയാ? ഈ 2 മതി. ഇത് നല്ല വലിപ്പുണ്ട്. ഒരെണ്ണം മതി. തരാം മതിയില്ലേ? വായ തുറന്നു നോക്കണം കേട്ടാ. അതൊരെണ്ണം വലുതല്ലേ സരിത? അമ്മ എടുക്കുന്നത് ഒക്കെ മലർന്നിട്ട് തന്നെ എടുക്കണം. റിലാക്സ് റിലാക്സ് എന്ന് പറഞ്ഞ അച്ഛൻ വായ തുറന്നതാ. വായ എനിക്ക് പോയി ഒക്കെ. മീനുകൾ അതായിരുന്നു വലുത്. അത് ഇതിനും വിളിച്ചോ എന്തായാലും. ഈ ചോപ്പ് കളറുള്ളത് ഏതാണാവോ? ഏത് വലുത്? അത് എന്റെ കൈ ചൂണ്ടണോ? അല്ല ചേട്ടനെ കൊടുത്താ വാങ്ങിക്കോ. അപ്പൊ ഇത് കൊണ്ട് പിടിക്കാം. ഇവരെ സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ കുഴപ്പമില്ല. നമ്മൾ ദേഷ്യത്തിൽ പിടിച്ച് കഴിയുമ്പോഴാണ് കുഴപ്പം വരുന്നത്. ഇപ്പം 5-6 മതി. കൊണ്ടുപോക്കോ ഞാൻ കയറട്ടെ. എന്നിട്ട് മോട്ടർ ഇവിടെ തിരിച്ചിട്ട് മോട്ടർ ഇട്ടോ. അങ്ങനെ നമ്മുടെ മീൻ പിടുത്തം കഴിഞ്ഞു. ഞാൻ കയറാൻ പോവാണ്. കുറേ നാളെ ആളുകൾ പറഞ്ഞത് ഇതിന് പറ്റിയൊരു സാധനം ഉണ്ടാക്കട്ടെ ഞാൻ കയറാനായിട്ടേ. അങ്ങനെ കയറൽ കഴിഞ്ഞു. നമുക്ക് അടുത്ത പരിപാടിക്ക് പോവാം. അങ്ങനെ നമ്മുടെ 2 വാളകൾ, 2 വലിയ വാളകൾ. ഇതിനൊക്കെ എന്ത് വില വരുമോ? വെള്ളവാളകൾ. ഇവരെ നമുക്ക് അരിക്കുന്ന ചേട്ടത് അബദ്ധമാണ്. ഞാൻ വീണ്ടും പറയുന്നു. പരീക്ഷണം നമുക്ക് ചെയ്യണം. ഇതിൽ വാളകളുണ്ട്. പക്ഷേ ഇവർ വരുമ്പോൾ ഈ മീൻ ഫിഷ് ടാങ്കിന് ഒരു ഭംഗി വരും. അത് ഒരു പുതിയ അതിഥികൾ എന്ന് പറഞ്ഞിട്ട്. അതിഥികളൊന്നല്ല, അവറ്റുകൾ തീറ്റ കിട്ടും വരണതാണ്. കണ്ടാ
അവരിടിക്കുമെന്നാണ് നമുക്ക് അറിയണ്ടല്ലോ അല്ലാണ്ട് വന്നിട്ട് ചില്ലുമ്പോൾ വന്നിട്ട് മോന്ത ഇടിക്കുമെന്നാണ് അറിയേണ്ടത്. അതടിക്കും. മോന്ത ഇടിക്കണില്ലെങ്കിൽ പിന്നെ രക്ഷപ്പെട്ടു. കാരണം അവർക്ക് വന്നപ്പോൾ ഒരു കൂട്ടായി, വേറെ എന്താ കോഴിക്കാർപ്പിൻ്റെ കൂട്ടായി. പാള പിന്നെ ഏത് പ്രതിരോധത്തിലും അല്ല ഏത് ഇതിനും പ്രതിസന്ധിയിലും ജീവിക്കുന്ന സാധനങ്ങളാണ് വാളകൾ. അതിൽ കുഴപ്പമുണ്ടാവില്ല. ഇടിക്ക്. ആ അത് അയാള് അതിന്റെ കഴുത്തിന് കുത്തി പിടിച്ചിട്ടാവും തന്നിട്ടുണ്ടാവും. അവിടെ നിന്ന് മുറിവ് പറ്റിയിട്ടുള്ളതായിരിക്കണം. ഇനിയിപ്പോൾ നമുക്ക് അറിയാം. പിടിക്കല അങ്ങനത്തെ പിടിക്കലായിരുന്നു. അപ്പം ഇനി മഴ വരുന്ന സ്ഥലത്ത് അപ്പുറത്തേക്ക് പോവാം. അത് വെല്ലിച്ചനോട് എടുത്തോ. സരിതപ്പോ ഞാൻ ആ കാറ് കഴുകാൻ പോവാ. കാറ് കഴുകാൻ പോവാ. എവിടെ ഇട്ടിട്ട്? ഇവിടെ ഇട്ടിട്ട്. അപ്പൊ ഇവിടെ നനയും. ഇവിടെ നനഞ്ഞാ പിന്നെ ഈ ചവറടിക്കാൻ പാടാ. അടിച്ചു വരല് കഴിഞ്ഞിട്ട് കറി കഴിക്കും, അല്ലെങ്കിൽ പിന്നെ അവിടെ കൊണ്ടിട്ടിട്ട് കഴിക്കും. അവിടെ പൈപ്പത്തില്ലേ? അവിടേക്ക് പൈപ്പത്തില്ലേ? നീ ആ സ്കൂട്ടർ കഴുകുക. ആര് ജഗ്ഗുവാ? എല്ലാവർക്കും പണിയോട് പണിയാണ്. അപ്പൊ ഞാൻ അവിടെ ഇട്ട് കഴുകാൻ കുഴപ്പമില്ല, നിനക്ക് ഇത് അടിച്ചു വരാമെന്നുള്ളോ? പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. ചേട്ടൻ എന്താ വേണമെങ്കിൽ റോട്ടിൽ കൊണ്ടിട്ട് കഴിക്കുക, അല്ലെങ്കിൽ ഞാൻ അടിച്ചു വരിയിട്ട് ചേട്ടൻ കഴിക്കോ? ഇത് 5 മിനിറ്റ് കൊണ്ട് അടിക്കണ സാധനം അരമണിക്കൂർ പിടിക്കും. ഇത് നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടിച്ചാൽ പോവില്ല ചവറ്. എന്നാ ഞാൻ ചക്ക വെട്ടും. എന്തേലും ചെയ്യും. എന്നാ നമുക്ക് ചക്കിടാം. ഇത് താക്കോലോണെന്ന് വെച്ചാൽ നീ സൈക്കിളുകളൊക്കെ കഴിക്കുക. ഒന്ന് സേവനവാരാണ്. മീനുകൾക്ക് ഇതുവരെ അവറ്റങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ. ആര് മറ്റേ ഈ വാളകൾ ചില്ലുമ്പോൾ വന്നിട്ട് മോന്തിട്ട് ഇടിക്കുക എന്ന് പറഞ്ഞ പരിപാടി ഇല്ല, ഇതുവരെ ഇല്ല. അവരതിന് പുതിയ സ്ഥലത്തെ ഇട്ടന്റെ ഒരു പകപ്പിൽ അവർക്ക് എടുക്കുക. ഇത്തിരി കഴിയുമ്പോഴാ തുടങ്ങാ. മാറട്ടെ. ഇതിന്റെ ഈ പണി കഴിയുമ്പോ കൊറേ നേരമില്ലേ? ഇത് വേഗം കഴിയും. ഇത് ഇവിടെ കടിക്കണ്ടേ? അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാൻ വേണേ ഇവിടെ ഞാൻ പിന്നെ അടിക്കാം. ഇത് ഞാൻ വേഗം അടിച്ചിട്ട് ചേട്ടൻ വേണേ അപ്പൊ ഇവിടെ കറ് കഴിക്കും. അപ്പൊ ഞാൻ ഒരു ചക്ക ഇട്ടിട്ട് വരാം. പഴുത്ത ചക്ക ഇത് മീൻ പറഞ്ഞാൽ ഒരു മിനിറ്റ് തോട്ടിലെടുക്കട്ടെ. സരിത, ഈ ഇവിടെ ഒരു ചക്കേ മറ്റേ മറ്റേ കണ്ണന്മാർ കൊത്തിയിട്ടുണ്ട്. ഞാനല്ല കാണിച്ചെന്ന് ചേട്ടന് കാലത്ത്. ഞാനത് മറന്നുപോയി. അതെ കണ്ടാ, നോക്കിയ വലിയൊരു എന്നെ വിളിച്ച് കാണിച്ചു തരുന്നു. നോക്കിയ കണ്ടാ, ഇപ്പൊ അടുത്തുണ്ടാവും. ഇപ്പൊ തിന്നാൻ പറ്റും. കാലത്ത് നമ്മൾ ഈ കസേരയിൽ ഇരിക്കുമ്പോ ഞാനല്ല ചേട്ടനെ കാണിച്ചത് അടിയിലത്തെ ചക്കതേ കൊത്തി നിക്കണൂന്ന്. പക്ഷെ വീഡിയോയില് കണ്ടുപിടിച്ച് ഞാനല്ലേ. ശരി എന്തുട്ടിനപ്പ എന്നെ വിളിച്ചതെന്ന്? മഴ വരുമ്പോഴേക്കും അതൊന്ന് അടിച്ച് അവസാനിപ്പിക്കട്ടെ. ഇതിപ്പോ അടുത്തത് ഇപ്പൊ തിന്നണത് കാണിച്ചത് എന്താ നല്ല രസം ഉണ്ടാവും. എനിക്ക് 2 ചോള തിന്നിട്ട് പോവാം. ചക്ക വെട്ടാ തിന്ന. വീട്ടിലേക്ക് ചക്ക വേണം. അമ്മ അവര് കൊല്ലം ചക്ക തിന്നിട്ടില്ലാന്ന്. അതെ. അമ്മ ഭയങ്കര സങ്കടത്തിൽ പറഞ്ഞു. അവർക്കും നമ്മുടെ വീഡിയോ കാണുമ്പോ വിഷമാവാ ചക്ക തിന്നാൻ കിട്ടാണ്ടേ. ഇത് വേണോ ചേട്ടാ? കൈയൊക്കെ കഴുകിയ ശരി. പിന്നെ അടിപൊളി കൈ കഴുകിട്ട് വരുന്നത് 3-4 വട്ടം കൈ കഴുകി. ഒരു വട്ടം മര്യാദയ്ക്ക് കഴിക്കാൻ മതി, 4 വട്ടം ഒന്നും കഴുകണ്ട. മീൻ്റെ മണം വാളയ്ക്ക് മണം ഉണ്ടാവില്ല. ചവളാണി വന്ന് തിന്നാ ജഗ്ഗോ. ചക്കക്കൂരി പുഴുങ്ങിയിട്ടേ ഒരു തോടൊക്കെ കളഞ്ഞിട്ട് അരച്ചിട്ടൊരു വട ഉണ്ടാക്കണം. റെസിപ്പി മറ്റേ ബോംബെയിലത്തെ ചേച്ചിയില്ലേ, ജയശ്രീ ബാലു കൊണ്ട്. ചേച്ചി എന്ത് മഴക്കാർ നോക്കി എപ്പോൾ മഴ പെയ്യണേ കേട്ടെ. മഴ പെയ്യണം. അപ്പൊ ഇതിന്റെ മിറ്റത്ത് അടിച്ച് വെടുപ്പാക്കേണ്ടി വരും. ഞാൻ അത് അടിച്ചു കഴിക്കേണ്ടത് എന്നെ ചേട്ടനല്ലേ പണി ശല്യപ്പെടുത്തണേ. പണി എടുക്കാൻ സ്വയം തരില്ല മനുഷ്യൻ്റെ. ഇവിടുത്തെ ഒരു കൊതു അടിക്കട്ടെ. ഞാനെടുത്താ ഇല്ലല്ലോ. അത്ര സാധനം നല്ല ടേസ്റ്റുള്ളതാണ് കേട്ടോ. നമ്മുടെ ചക്ക തിന്നൽ കഴിഞ്ഞു. ഇനിയോട് തിന്നാൻ ഇതൊരു മുറി കൂടി പകുതി വാക്കിൻ്റെ. അപ്പോൾ ഇവിടെ നമ്മുടെ മിറ്റത്ത് ഇവിടെ ഒരു നന്ദിയാർവട്ടം ഉണ്ടായിരുന്നു. അത് ഉണങ്ങി തന്നെ നിന്നിട്ട് ഉണങ്ങി. നമ്മുടെ ഈ സൈഡാ നമ്മൾ ഈ ഉണങ്ങിയതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ കാര്യം പറഞ്ഞില്ലല്ലോ. ഇതും ഉണങ്ങിയല്ലേ ചെയ്തേ? ഇതും ഉണങ്ങി. ഇത് പക്ഷെ എനിക്ക് തോന്നിയത് എന്തിട്ടെന്നറിയോ, ഇത് ആ മാവിൻ്റെ ചില്ലും പിന്നെ ഈ അശോകവും കൂടി വന്നിട്ട് ഇതിനെ ഞെക്കിയിട്ട് ഇതിനൊട്ടും വെയിൽ കിട്ടാണ്ട് അങ്ങനെ നിന്ന് അതിങ്ങനെ ഉണങ്ങിപ്പോയതായിരിക്കും. അങ്ങനെയാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിന് ചുറ്റും നമ്മൾ ഈ വെള്ളാറ ഇത് കല്ലിട്ടുണ്ടായിരുന്നു. ജഗ്ഗു എന്താ
അപ്പോൾ ശരിക്കും ഒരു കടപ്പേര ഒരു വലിപ്പത്തിൽ തന്നെയാണ് കടപ്പില്ല, ഒരു പീസിൻ്റെ വലിപ്പത്തിൽ തന്നെയാണ് ഇതിൽ കള്ളി തിരിച്ചു കൊണ്ടത്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ ഇവിടെ ചെറിയ നടന്നില്ല, ഈ വേര് പറിച്ച് കളഞ്ഞിട്ട് ഇവിടെ കടപ്പേന ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടെ മരം വെച്ചാലും വലുതാവില്ല. കാരണം ഇവിടെയൊക്കെ ആകെ മരങ്ങളല്ലേ. പറക്കിട്ടേ പറക്കിയിട്ടേ ഈ കല്ല് കഴുകണം. ഇതെന്തിനാണെന്നറിയോ? കൈ കൊണ്ട് പറക്കരുത്, കാലുണ്ടല്ല പറക്കിട അറിയില്ലേ? ഇത് ആ മറ്റേ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടി അകത്ത് കൊണ്ടു വെച്ചിട്ട് ഇത് കഴുകണം. കഴുകാൻ ഇവിടെ കൊണ്ടു വയ്ക്കാം. ചേട്ടാ അതൊരു ബക്കറ്റിലിട്ട് വെച്ചാൽ മതി ചേട്ടാ. അല്ല ബക്കറ്റ് ഇല്ലേ, ബക്കറ്റ് മീനാ. ഏതാ അലുമിനിയം ബക്കറ്റാ? കൊണ്ടുപോയ അതവിടെ ഇട്ട അടിപൊളി. അത് ഇവിടുത്തെ കഴിക്കാൻ മതി, ഇവിടെ ഇട്ട് കഴിക്കാൻ മതി. ഇത് കിലോയ്ക്കാട്ട വില അതിന്, കിലോയ്ക്ക് എത്രയാണ്? 60 രൂപയെന്നുണ്ട് ഒരു കിലോയ്ക്ക്. നല്ല കനണ്ട് ഈ സാധനം. 2 ചട്ടി വാങ്ങിച്ചതാ. അതും പുളി ഉറുമ്പുണ്ടെങ്കിൽ തലയിലേക്ക് വീഴും ചേട്ടാ. അല്ല അത് ഉണ്ടെങ്കിൽ നമ്മുടെ കൊത്തി കൊണ്ട് അരക്കുമ്പോഴേ ചിലപ്പോൾ ഇതുകൊണ്ട് അലച്ചോട്ടെ അറിയാമല്ല. എന്താ അവിടെ കോടാരി എടുത്തോണ്ടിരുന്ന ഇത് ദ്രവിച്ചാറും ചിലപ്പോൾ ഇങ്ങനെ കിട്ടും തിരിച്ച ആ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചെതല് കയറിയേക്കണ പോലെ അല്ലേ? അത് ഇതിലറിയാം. ആ നോക്കിയേ സാറേ, ഇവിടെ നോക്കിയേ കണ്ട, ഇവിടെ നിന്ന് അങ്ങടേ അവിടുന്ന് ദ്രവിച്ചു ഉണങ്ങി അടുത്തതിൽ പിന്നെ അന്തകുദാശ പോലും ഇല്ല. ഇതിൽ വരണം കേട്ടോ. അത് ഇതിൽ അമ്പോ ശരിക്ക് കൊണ്ടു എനിക്ക് ഉന്നമുണ്ട്. എൻ്റെ അമ്മ ഇതെന്തൊരു ബല. അപ്പോൾ ഇതിൻ്റെ അവിടെ നിന്ന് കടപ്പ് ചെയ്തുകൊണ്ടിരണം. ഒരു കടപ്പ ഇവിടെ കടപ്പിണ്ടായിരുന്നു 4 ഇങ്ങനത്തെ കടപ്പകളുണ്ടായിരുന്നു ബാലൻസ്. അതല്ലേ എൻ്റെ അവിടേക്ക് കൊണ്ടുപോയി. ഇനിയിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു കടപ്പേന നമുക്ക് വാങ്ങിക്കാൻ പറ്റില്ലോ. ആ പോന്നു സരിത കടടക്കം പോന്നു. എനിക്ക് കടപ്പിടണം. അപ്പോൾ ഞാൻ അല്ല എൻ്റെ അവിടെ നിന്ന് ഒരു കടപ്പ ചോദിച്ചിട്ട് വരാം. ഓ കൊണ്ടുപോയ കടപ്പ തിരിച്ചു തരുമോ എന്ന് ചോദിക്കാം സരിത. ഇന്നലെ പോയി നോക്കിയിട്ട് വരാം നമുക്ക്. ഉണ്ടോയെന്ന് ചോദിക്കാം. സിമെൻറ്റ് വെച്ച് ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഉന്തുവണ്ടി അർബാൻ കൊണ്ടുവന്നിട്ട് കൊണ്ടുപോകാം. 50 കിലോ മീതിൻ്റെ പറഞ്ഞേ ഒരു കടപ്പ. നമ്മളവിടെ ഒരു പൊട്ടിയ കടപ്പിണ്ടായിരുന്നല്ലോ, അതെടുത്തു. അത് ഇവിടേക്ക് വയ്ക്കാം. കനണ്ട ഈ സാധനേ നമ്മൾ എന്താ കാലുമുപ്പ് മൂണ്ടിന്റെ ഒരു കഷ്ണം അതിൽ പിടിച്ചു എന്ന് പറയാ. അങ്ങനെ നമ്മൾ പകരം കടപ്പ ഇവിടുന്ന് കൊണ്ടുപോകണം കേട്ടോ. ഇത് ബെസ്റ്റ് മാങ്ങിയാണ് കേട്ടോ. ഇത് മാമ്പഴം. ഇത് മാമ്പഴല്ലേ ഒരു പ്രത്യേക ടേസ്റ്റുള്ള മാമ്പഴ ചപ്പിക്കുടിയെ. ഇവിടെ ഒരെണ്ണം കെടുക്കുന്നുണ്ട്. മണങ്ങണ്ട ഇവിടെ ദേവടി വീണ് എടുക്കേണ്ടി വരാം. ഇതും നില വീണതാണെന്നുണ്ട് നോക്കിയോട്ടെ. എന്തായാലും ഇങ്ങോട്ട് വന്നിട്ട് പുഴുവില്ലേ, പുഴുണെങ്കിൽ ഞാനിങ്ങനെ കാലത്ത് നടക്കാൻ വരുമ്പോൾ ഈ മാമ്പഴം ഇങ്ങനെ കിടക്കണ്ടെങ്കിൽ ഈ സൈഡ് ഇത്തിരി കേടായിട്ടുണ്ടെന്നുണ്ട്. കേടായിട്ടില്ലല്ലേ. ഭയങ്കര നാരുള്ള ടൈപ്പ് മാമ്പഴ. ഇതിൻ്റെ നമുക്ക് ഈ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ പറ്റും. നോക്കിയേ ഇത് നോക്കിയോളാം, ചാറ് വരും നോക്കിയോളാ. എന്താ ടേസ്റ്റ് എന്നറിയോ? ഇങ്ങനത്തെ മാമ്പഴം ഇങ്ങനെ തന്നെ തുറപ്പിച്ച് തന്നെ തിന്നണം. അല്ലാണ്ട് തൊലി ചെത്തി പൂളി തിന്നരുത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ അനുഭവിക്കുന്ന ആ ആനന്ദം വാക്കുകൾക്ക് അതീതമാണ്. എന്നിട്ട് ഞാൻ എടുക്കും. എന്നിട്ട് നോക്കിയാൽ പണ്ടത്തെ മാമ്പഴത്തിൻ്റെ രീതിയായിട്ട് വേണ്ട കേട്ടോ. കണ്ടമാന ഫൈബറാണ് ഈ മാമ്പഴത്തിന്. ഒരു പുഴു പോലും ഉണ്ടാവില്ല. എന്നിട്ട് ഇവനെ വടിച്ചെടുക്കും. കുഞ്ഞുങ്ങളെ ഞങ്ങളായിരിക്കുമ്പം ഇങ്ങനെ ഒരു മാമ്പഴം കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇതിനെ പെട്ടേക്കും. ഇപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇഷ്ടംപോലെ കിട്ടും. ഇതൊന്നും ആരും തിന്നാൻ ആളില്ല. എന്നിട്ട് നോക്കിയാൽ ഇതിൻ്റെ കണ്ട അതിൻ്റെ അടിയിലത്തെ ഉള്ളിലത്തെ സാധനം കണ്ട. ഓ ഇതിങ്ങനെ കാര്യം തന്നെ. നമ്മുടെ വിദേശത്തുള്ള നമ്മുടെ മലയാളി സുഹൃത്തുക്കൾ അതിനോട് ക്ഷമിക്കട്ടെ എങ്ങനെയൊക്കെ കാണിച്ചു തന്നെയല്ലേ. ഇതിൻ്റെ രുചി ഒരു എന്താ പറയുക, ചിക്കൻ 65നോ അല്ലെങ്കിൽ KFCക്കോ ഉണ്ടാവില്ല ഇതിൻ്റെ ടേസ്റ്റ്. നല്ല ടേസ്റ്റ്. ചക്ക
മാങ്ങ ഇത് മൂവാണ്ടനാ ഇത് ഈ മാവ് മൂവാണ്ടനാ അതിന് മാങ്ങൽ കിടക്കുന്നുണ്ട് ഇവിടെയൊക്കെ മൂവാണ്ടൻ ഇങ്ങനെ കാരി തിന്നണല്ലേ കാര്യമില്ലേ മൂവാണ്ടൻ ഇത് ചെയ്യണം തൊലിയടക്കം പൂളിയിട്ട് തിന്നണം മൂവാണ്ടൻ പഴുത്തത് തൊലിയടക്കം തിന്നാം ഭയങ്കര ടേസ്റ്റാണ് എന്നാൽ സരിതര അടുത്ത് മാമ്പഴല്ലേ കുളമ്പ് ഓ ഗംഭീര സാധനം അത് നോക്കി സരിത കടപ്പ ഇത് ഞാൻ അവിടെ സെറ്റ് ചെയ്യാൻ പോവാ വിരോധമുണ്ടാ ഞാനാണ് കടപ്പണ സനീഷിനെ വിളിക്കണമെന്നില്ലേ പിന്നെ അത് ചീനെ വിളിക്കണ്ടേ മണ്ണത്തിൽ താത്തിരിക്കണം ദൈവമേ കുഴപ്പമില്ലേ കൊള്ളുന്നു അല്ലേ ആ വാളകൾ കുഴപ്പമില്ലാട്ട് ചേട്ടാ അവറ്റകൾ സെറ്റായി വാ അപ്പം എൻ്റെ നിരീക്ഷണം തെറ്റിയില്ല മറ്റിങ്ങനെ ഇടാന്ന് കൈ കൊണ്ടാക്കിട്ട് അവിടെ വല്ലതൊക്കെ ഉണ്ടെങ്കിൽ കൈ മുറിയൂട്ടാ ഏയ് പിടിക്കണ്ടേ ഞാൻ ഇവിടെ പിടിക്കുക എനിക്ക് പിടിക്കാൻ സ്ഥലമില്ല ഇത് നമുക്ക് ആണി അടിച്ചിട്ട് വയ്ക്കാം പിന്നെ ആണിട്ട് ആണി 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 ഞാൻ പറയുമ്പോൾ ഇങ്ങനെ വാരി നിനക്ക് ഇടാൻ പറ്റും എനിക്ക് ഇല്ല ഇവിടേക്ക് ദയവ് കാണിച്ചു തരാം ഇവിടേക്ക് ഇടണം കേട്ടാ ഇല്ല ഞാൻ ഇടില്ലേ വാരി കൈ കൊണ്ട് വാരിടാൻ എന്റെ ചേട്ടന്റെ കൈ പോലെയല്ല എന്റെ കൈ പോലെ എനിക്ക് കയ്യെത്തത് കാരണ എന്തിട്ടുണ്ടെങ്കിൽ കോരി ഇടാൻ വേണമെങ്കിൽ കോരിട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല നാട് ഇതുകൊണ്ട് ഇടാം അത് ഈ സലിക്കിട്ട് ഇവിടെയാണ് ഇവിടെ അയ്യോ കൈ പോയി ഇല്ല കുഴപ്പമില്ല തൊലി പോയില്ല നീ അങ്ങനെ ഇട്ടിട്ട് കാര്യമില്ല എനിക്ക് പറ്റില്ലേ കൈ കൊണ്ട് വാരിടാൻ എന്റെ കൈ കൊണ്ട് വാരി എത്ര വാരേണ്ടി വരും ഇത് കിട്ടണം പിന്നെ കൈ കൊണ്ട് തന്നെ വാരണത് എന്താ എത്ര നിർബന്ധം ചേട്ടന് ഇത് കിട്ടിയാ പോരെ ഇവിടേക്ക് കുറച്ചും കൂടി വയറ്റില് ശരിക്കും പെട്ട് കഴിഞ്ഞാലേ വയറിലൊടി ഈ സൈഡിൽ ഇത്തിരി ഉയരം കുറഞ്ഞിപ്പോൾ ഈ സൈഡ് ഉയരം കറക്റ്റായി അപ്പോൾ ഇവിടെയാണ് ഇത്തിരി കുറവ് അപ്പോൾ ഇവിടേക്ക് ഇത്തിരി ഇടണം പാച്ച് വർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഒരു സ്വല്പം കൂടി ഉയരം കൂടണം ഇവിടെ അവിടെ കറക്റ്റ് അവിടെ എത്തി ഉയരം കൂട്ടണം ഇവിടെ എത്തിയും കൂട്ടണം അപ്പോൾ ഇത്തിരി മണി ബേബി മെറ്റൽ ഇടണം അവിടെയും ഇവിടെയും ഇടണം ഇവിടെ അല്ലേ ഇനി ഇതിൻ്റെ ഇടയിലേക്ക് നമ്മൾ കുറച്ച് സിമെൻറ്റ് കൂട്ടണം സിമെൻറ്റ് നല്ല സ്ട്രോങ്ങിൽ അതായത് കൂടുതൽ സിമെൻറ്റ് ഇട്ടിട്ട് കൂട്ടാം അളവ് എന്തോരം വേണമെന്ന് അറിയില്ല എന്നാലും നോക്കാം നമ്മുടെ കടപ്പുറൽ വിജയകരമായി പര്യവസാനിക്കുന്ന തോന്നൽ കണ്ടിട്ടുണ്ട് സരിത് മിറ്റടിക്കുക കഴിഞ്ഞിട്ട് കൂട്ടാൻ വയ്ക്കാൻ പോയി വെള്ളത്തിൽ കൂടിയോ തിരുവനന്തപുരം സിമെൻറ്റ് ഇടാം ഓ ഫിലോമിന പറഞ്ഞ പോലെ ചോറ് കൂടി തിരുവണി ചാറ് ഒഴിക്കി എന്ന് പറഞ്ഞ പോലെ ഇനി രണ്ട് പഴുതുകളിലേക്ക് ഇത് കണ്ട ഇവിടെ പഴുതുണ്ട് ഈ പഴുതുണ്ട് അവിടേക്ക് തിരുവണി വേണം അല്ലാണ്ട് അവിടെ പോയിട്ട് മണൽ വാങ്ങിച്ചോണ്ടേ മണൽ സജീൻ്റെ അവിടെ ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ കടപ്പെടൽ കഴിഞ്ഞു ഇനി ഇത് ഉറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഇങ്ങനെ അടിക്കും അപ്പുറത്തടിക്കും പരിപാടി ഇരിക്കട്ടെ ഇനി ഉറയ്ക്കണം വൈകുന്നേരം ആകുമ്പോൾ ആണിയടിക്കാം അപ്പം നമ്മൾ കാറ് കഴുകാൻ പോവാണ് കണ്ടമാനം ചെടിയുണ്ട് അപ്പം നമ്മുടെ ഈ കാറ് വാങ്ങിച്ചിട്ട് ഈ മാസം ഈ ജൂൺ 2024 ജൂണിലേക്ക് 5 കൊല്ലവും ഈ കാറ് ശരിക്കും സത്യത്തിൽ നിങ്ങൾ തന്നാണ് കേട്ടോ നിങ്ങൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമുക്കതിന് വരുമാനം കിട്ടിയിട്ട് വാങ്ങിച്ച കാറാണ് 13,708 രൂപയാണ് ഒരു അടവ് 7 കൊല്ലത്തെ അടവാണ് കേട്ടോ 7 കൊല്ലം ഈ വണ്ടിയുടെ അടവ് 7 കൊല്ലമാണ് ഇപ്പോൾ 5 കൊല്ലത്തെ അടവ് ഈ ജൂണോടുകൂടി കഴിഞ്ഞു ഇനി 24 അടവും കൂടി ഉണ്ട് ഇപ്പോൾ യൂട്യൂബിൽ വന്നില്ലായിരുന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കാറൊന്നും വാങ്ങിച്ചിട്ടുണ്ടാവില്ല വീടുമ്പോൾ അങ്ങനെ പണികൾ കഴിച്ചിട്ടുണ്ടാവില്ല സാധാരണ പോലെ നമ്മളിങ്ങനെ ജീവിച്ചു പോകണ്ട ഇവിടെ ആരാലും അറിയപ്പെടാണ്ട് ബാങ്ക് ഓഫ് ബറോഡ എന്നാണ് ഇതിൻ്റെ ലോൺ എടുത്തിട്ടുണ്ട് ബാങ്ക് ഓഫ് ബറോഡ ഉണ്ടാവും ചിലവർക്കൊന്നും അറിയില്ലായിരിക്കും അന്ന് 9.25 ലക്ഷം രൂപയാണ് ഈ വണ്ടിയുടെ വില
50,000 കിഴിവ്. അങ്ങനെ 8,75,000 രൂപയാണ് ഈ വണ്ടിക്ക് വന്നിട്ടുള്ള വില. ഹായ്, ഭയങ്കര ഉപ്പ് രസം. ഞാൻ ആദ്യത്തിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ വലിച്ച് പുറത്തിടാൻ മറന്നു. കാറിൻ്റെ ഉള്ളിലെത്തി അടിയിൽ ചവിട്ടിയില്ല, അതാദ്യം പുറത്തിട്ടുണ്ടായിരുന്നു. ഈ നാളൊരു RTO എന്നുകൊണ്ട് ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കാറിൻ്റെ ഉള്ളിൽ നമ്മൾ പലതും കുപ്പി, ആപ്പിൾ, ഓറഞ്ചൊക്കെ തിന്നിട്ട് ഓരോ സാധനങ്ങളൊക്കെ തിന്നില്ലേ നമ്മൾ. എന്നിട്ട് കാറിൽ ചിലപ്പോൾ അറിയാണ്ട് ചിലപ്പോൾ ഓറഞ്ചോ അല്ലെങ്കിൽ ആപ്പിളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് നിലത്ത് വീണിട്ട് കിടക്കുന്നുണ്ടാവും. അങ്ങനെ അശ്രദ്ധമായിട്ട് കാറിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഒന്നും തിന്ന് കൈകാര്യം ചെയ്യരുതെന്ന് പറഞ്ഞോണ്ട് നിലത്തിടരുതെന്ന് അശ്രദ്ധമായിട്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കാറിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവില്ല. അപ്പോൾ നമ്മൾ വല്ല ബ്രേക്ക് ബാക്കിൽ നിന്നിട്ടാവും ചിലപ്പോൾ ഒരു ആപ്പിൾ തിന്നിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ചിലപ്പോൾ ആപ്പിൾ നമ്മുടെ കയ്യിൽ നിന്ന് വീണ് പോയിട്ടുണ്ടാവും. അപ്പോൾ അതിങ്ങനെയുണ്ട് ഉരുണ്ട് ചിലപ്പോൾ ബ്രേക്കിൻ്റെ അല്ലെങ്കിൽ ആക്സിലേറ്ററിൻ്റെ ഇതിൻ്റെയൊക്കെ പെഡലിൻ്റെ അടിയിൽ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളറിയാണ്ട് ഉരുണ്ടിട്ട് കുപ്പി അങ്ങനത്തെ ചെറുതൊക്കെ കുപ്പികളൊക്കെ ഉരുണ്ട് പോകാമല്ലോ. പെട്ട് കഴിഞ്ഞ് നമുക്ക് ഇത് ചവിട്ടുമ്പോൾ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു ഇതാണ്. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ ഇതിൻ്റെ അടിയിലേക്ക് ഓരോ സാധനങ്ങൾ കിടക്കണം. അപ്പോൾ ഞാൻ ഓർത്തതാണ്, ഞാനിവരോട് പറയും കുപ്പികൾ അങ്ങനെയൊന്നും ഇടരുതെന്ന്. ഈ കാറിപ്പോൾ എത്ര കിലോമീറ്റർ ഓടിയിരുന്നറിയോ? 10-20 ഞാൻ പറയാം 5 കൊല്ലമായിട്ട് കറക്റ്റ്. ആളുകൾ ചോദിക്കും നിങ്ങൾക്ക് ഈ മറ്റേ വണ്ടി വാങ്ങിച്ചു കൊടുക്കുന്നത് EV, നമുക്കതിൻ്റെ ആവശ്യം വരുന്നില്ല. EV ഇപ്പോൾ എത്ര കിലോമീറ്റർ ഓടിയെന്നറിയോ? 24,188 കിലോമീറ്റർ ഓടി 5 കൊല്ലത്തിനുള്ളിൽ. അപ്പോൾ ഒരു കൊല്ലത്തിൽ ഏകദേശം 5,000 കിലോമീറ്റർ. പിന്നെ ഇതൊരു ധൈര്യത്തിൻ്റെ പുറത്ത് വാങ്ങിച്ചിട്ടുള്ളതാണ്. അന്ന് വരുമാനമായി വരുന്നുണ്ടായിരുന്നല്ലോ, യൂട്യൂബിൽ നിന്ന് വരുമാനമായി വരുന്നുണ്ടായിരുന്ന ടൈമിൽ നമ്മൾ യാത്ര പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ആളുകൾ കണ്ട് അതിൽ നിന്ന് വരുമാനം കിട്ടുമ്പോൾ വണ്ടിയുടെ അടവൊക്കെ അടയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ച വണ്ടിയാണിത്. പക്ഷേ ആ സമയത്തൊന്നും നമുക്ക് പിന്നെ ഈ 2019 ഈ വണ്ടി വാങ്ങിച്ചത്. 2019 ജൂണിലാണ് വണ്ടി വാങ്ങിച്ചത്. അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോഴേക്കും കൊറോണ വന്നില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാണ്ടായി, പല തടസ്സങ്ങൾ. അപ്പോൾ ഇതോടിയിട്ട് നമുക്ക് ഇങ്ങനെ അടയ്ക്കാനായിട്ടുള്ള പൈസ കിട്ടിയിട്ടില്ല. നമ്മുടെ വീഡിയോകളിൽ നിന്ന് നമ്മൾ ഇവിടെ ചെയ്യുന്ന വ്ളോഗിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് തന്നെയാണ് ഇത് അടച്ചിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചിട്ട് നമുക്ക് വരുമാനം ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇത് അവർ കൊണ്ടുപോയി നമുക്ക് അതിലേക്ക് വിൽക്കേണ്ടി വന്നേനെ ഈ കാറ്. 2 കൊല്ലം കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാറ് സ്വതന്ത്രനാവും. സ്വതന്ത്രം എന്ന് പറഞ്ഞാൽ ലോൺ വീടും. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സൗകര്യമുള്ള കാറ് ഹോണ്ട ജാസ് നിർത്തി വണ്ടി. ഇപ്പോൾ ഫാമിലിക്ക് പറ്റിയ ഒരു ചെറിയ ഫാമിലിക്ക് പറ്റിയ കാറത്. സജീവം വാങ്ങിച്ചോളത് i20 ആണ്. i20 മുകളിൽ മറ്റേ ഇതൊക്കെ ഉണ്ട്, സൺറൂഫൊക്കെ ഉള്ള വണ്ടിയാണ്. കളറൊക്കെ തന്നെ. ഇവിടെയാണ് നമ്മുടെ മറ്റേ കാറ് വന്നിട്ട് ഇടിച്ചത്. ഒരു കാര്യമില്ല, നമ്മളിങ്ങനെ പാർക്ക് ചെയ്തിട്ടല്ല, നമ്മൾ ഈ സിഗ്നൽ കാത്ത് കെട്ടി കിടക്കായിരുന്നു. ആ സമയത്തിന് പിന്നിൽ വന്നിട്ട് ശരിക്കും വന്നിട്ട് ഇടിച്ചത്. അത് പറയുന്നത് പെട്ടെന്ന് ആക്സിഡൻറ്റ് കൂടി എന്നൊക്കെ പറയുന്നത്. എന്നിട്ട് എന്നാവാ നമുക്ക് നഷ്ടമായി. നമുക്ക് 10-15 ദിവസം കാറ് വർക്ക്ഷോപ്പിൽ കിടന്നു, അല്ല ഈ ഹോണ്ടയുടെ അവിടെ കിടന്നു ശരിയാക്കി കിട്ടാനായിട്ട് 5 ദിവസം. പിന്നെ അത് മാത്രമല്ല ഇൻഷുറൻസിൽ നമുക്ക് കഴിഞ്ഞ തവണ ഇൻഷുറൻസ് 15,500 ചില്ലറയായിരുന്നു. ഇത്തവണ ഇൻഷുറൻസ് 19,500, 4,500 നമുക്ക് കൂടി. ഈ വണ്ടിയിൽ തട്ടിയാൽ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോയി. പിന്നെ 1000 എക്സ്ട്രീം പോയി. അങ്ങനെ മൊത്തം 10-15 ദിവസം പോയി. അവർക്ക് ഇടിച്ചവർക്കും യാതൊരു കുഴപ്പമില്ല. അതാണ് തമാശ. ഇടിച്ച ആൾക്ക് ഒരു കുഴപ്പമില്ല, അവർ ഫോളായിട്ട് പോയി. നമുക്ക് നഷ്ടം. നമുക്ക് 10-15 ദിവസം നമ്മുടെ വണ്ടി ഉണ്ടായിരുന്നില്ല. നമുക്ക് 6,000 രൂപ, 6,000 അല്ല അല്ലേ, 6,500 രൂപ നഷ്ടം. ഇടിച്ച കാരണമാണ് ഇൻഷുറൻസ് കൂടിയത്, അല്ലെങ്കിൽ കൂടില്ല. ബമ്പർ ടു ബമ്പറാണ് ഇതിൻ്റെ ഇൻഷുറൻസ്, അതിന് കാശ് കൊടുക്കൽ. അങ്ങനെ വണ്ടി ശേഷം പിന്നെ നമ്മുടെ സ്കൂട്ടർ അതും കഴുകണം. അതിനൊരു കൊല്ലത്തെ അടവുണ്ട്. ഏപ്രിൽ മാസത്തിൽ ഇപ്പോൾ 2 കൊല്ലം കഴിഞ്ഞു. 3 കൊല്ലത്തെയാണത്. അത് കാത്തലിക് സെറിയം ബാങ്കിൽ നിന്ന് എടുത്തുള്ളത്. അതിന് 3,326 വെച്ച് അടവ്. 9 മാസം കൂടി അടവുണ്ട്. കഴിഞ്ഞു വണ്ടിയുടെ അടവ് കഴിഞ്ഞു. പിന്നെ വീടിൻ്റെ അടവാണുള്ളത്. വീടിൻ്റെ അടവ് ഇത്തിരി കുറേ കൊല്ലങ്ങളാണ്.
കുഴപ്പമില്ല. കുഴപ്പമെന്നെ അല്ല, ചില നഗ്ന സത്യങ്ങൾ ഇപ്പോൾ കുറേ ആളുകളെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക്. വലിയൊരു കാര്യം. കാറ് കഴിഞ്ഞിടയിൽ സരിത വന്നിട്ടാ കൂട്ടായ്മ കഴിഞ്ഞു. സരിത കൂട്ടായ്മ കഴിഞ്ഞു. ഞാൻ ഈ ചവറും കൂടി കോരിയിട്ട് കുളിക്കാൻ വെച്ചു. അതെ. അല്ല, കാറ് വാങ്ങിച്ചില്ലെന്ന് പറയുന്നേ ഞാനേ. നമ്മളേ കാറ് വാങ്ങിച്ചേനില്ലാന്ന്. അല്ല, യൂട്യൂബ് ചാനൽ തുടങ്ങിയില്ലേ, കാറൊന്നും വാങ്ങിച്ചില്ലാന്ന്. അതില്ല, യൂട്യൂബ് ചാനലാണ് നമ്മുടെ ജീവിതം മാറ്റി മറിച്ചത്. അല്ലെങ്കിൽ ഇപ്പം എന്തായേനെ? അല്ലെങ്കിൽ ചേട്ടനാണെങ്കിൽ ഓരോ ബിസിനസ് തുടങ്ങാ പൊളിയാ കാശ് കളയാ. അത് എവിടെയെങ്കിലും വിജയിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അത് ചിലപ്പോൾ 90 വയസ്സിലാവും. അപ്പോഴേക്കൊക്കെ ഞാൻ ചത്ത് മണ്ണടിഞ്ഞു പോയിണ്ടാവും. ചേട്ടന് 90 വയസ്സാകുമ്പോഴേക്കും ചേട്ടൻ ഇതുപോലെ തന്നെ ഇരിക്കണ്ടോ? ചിരഞ്ജീവിയെ ചേട്ടൻ ഇപ്പോഴും 10-30 വയസ്സ് തികച്ചു തോന്നില്ലല്ലോ. കേട്ടില്ല. ചേട്ടനെ ഇപ്പോഴും 10-30 വയസ്സ് തികച്ചു തോന്നില്ലല്ലോന്ന്. ഞാൻ പറയാം, നമ്മുടെ കാറ് തട്ടിയ കാരണേ നമുക്ക് വന്ന നഷ്ടം 7000 രൂപ എന്ന് പറയാം. 10 ദിവസം 15 ദിവസം കാറ് വർക്ക്ഷോപ്പിൽ എന്ന് പറയാം. ഇൻഷുറൻസ് 4000 കൂടി 4500 കൂടി. എനിക്കൊരു വിഷമം തോന്നിയ കാര്യം, ആ ഇടിച്ച ആൾക്കാരെ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ നമ്പർ അവർ വാങ്ങിയിട്ടുണ്ട്, അവരുടെ നമ്പർ നമ്മളും വാങ്ങിച്ചിട്ടുണ്ട്, അവർ നമ്മുടെ ചാനൽ കാണുന്നവരാണെന്നൊക്കെ പറഞ്ഞു നമ്മളെ കണ്ടപ്പോൾ. അവർ പിന്നീടേ ഒരു പ്രാവശ്യം പോലും വിളിച്ചു പോലും ചോദിച്ചില്ലാന്ന്. വണ്ടിക്ക് 40,000 രൂപയായി. ഇൻഷുറൻസ് ബമ്പർ ടു ബമ്പർ നമുക്കുള്ള കാരണം രക്ഷപ്പെട്ടു. അപ്പോൾ വിഷമകരമായൊരു സംഗതി എന്തിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇടിച്ച നമ്മുടെ നിയമത്തിൻ്റെ ഇത് എന്താണെന്ന് വെച്ചാൽ, ഇടിച്ച വണ്ടിക്ക് ഒരു പ്രശ്നവുമില്ല. അവരുടെ ഇൻഷുറൻസിൽ നിന്നല്ല എടുക്കുക, നമ്മുടെ ഇൻഷുറൻസ് ആണ് പോവുക. നമ്മുടെ പ്രീമിയം കൂടും. നമുക്ക് വന്ന നഷ്ടങ്ങൾ നമുക്കിപ്പോൾ അവർ പൈസ തന്നിട്ടല്ല, വെറുതെ ഒന്ന് ചോദിക്കുകയും ചെയ്തുകൂടെ, വണ്ടി വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടിയോ, ഇത് കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിട്ട് ഒരു വട്ടെങ്കിലും. പോലീസ് സ്റ്റേഷനിലും പോയില്ല, പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ളതില്ലേ ചേട്ടാ. അതുകൊണ്ടല്ല, ഇതുകൊണ്ട് തുടക്കി. ഇതുകൊണ്ട് ഞാൻ ഇതാണ് കാറ് തുടക്കാനുള്ള തുണി. ഇതുകൊണ്ട് തുടച്ചാലും കുഴപ്പമില്ല. അത് ഉണങ്ങുമ്പോ ഇങ്ങനെ പുള്ളി കുത്തു പോലെ വരും. ഈ മൈക്രോ ഫൈബറിന്റെ തുണി കൊണ്ട് വേണം കാറ് തുടക്കാൻ. നല്ലതാണിത്. 3 ഡോട്ട് ഉണ്ട കുഞ്ഞു കുത്ത്. ഇത് നമ്മുടെ കാറ് വാങ്ങിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ്ട് നമ്മളെവിടെയാണ് പാർക്ക് ചെയ്ത് പാരാണ്ട് കല്ലുകൊണ്ട് കുത്തിയ പാടാ. ആളുകൾക്ക് രസം. പുതിയ വണ്ടിയാണ് പോലെ. അങ്ങനെ നമ്മുടെ കാറ് കഴുകി കഴിഞ്ഞു. ഇനി സ്കൂട്ടർ കൊണ്ട് കഴുകിയിട്ട് ഞാൻ കുളിക്കും. ഈ കള്ളിയിലൊന്നും ഒറ്റ ഷവറും ഉണ്ടാവാറില്ല. ആകെ ഈ എന്താ പറയാ, തേക്കിന്റെ ഇലകൾ ഇങ്ങനെ അവിടെ ഇവിടെ ഓരോന്ന് വീണ്ടെടുക്കണത് പറക്കി കളയാണ് പതിവ്. ഇപ്പൊ മറ്റേ അതിന്റെ ഇല കൊഴിഞ്ഞിട്ട് ഇവിടേക്ക് വരെ. ഇന്ന് സുജിത വന്നിട്ടില്ല കേട്ടാ. വിളിച്ചില്ല, വിളിച്ചേക്കാ വന്നേനേട്ടാ. അതല്ല, ഇവർക്ക് സരിതയ്ക്ക് ഒരു വ്യായാമം വേണമെന്ന് പറഞ്ഞിട്ടേ ഏറ്റവും സുഖം കഴുകാനുള്ള ഒരു വണ്ടിയാണ് സ്കൂട്ടർ, പ്രത്യേകിച്ച് ആക്റ്റീവ. മോട്ടർ തീയാ. സരിതയ്ക്ക് വാങ്ങിച്ച സ്കൂട്ടർ അത്. ഒരു വട്ടം പോലും അവള് ഓടിച്ചു നോക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. ചേട്ടൻ സമ്മതിക്കാണ്ടല്ലേ? ഞാൻ സമ്മതിക്കാണ്ടൊന്നല്ല. പേടിയാ ഞാൻ ഓടിപ്പിക്കണത്. ഇവിടെ നമുക്ക് ഓടിക്കാനുള്ള ഒരു പ്രവണതയെങ്കിലും കാണിക്കണ്ടേ? അത് കാണിച്ചു കഴിഞ്ഞാലേ നമുക്ക്, അല്ലാണ്ട് വെറുതെ പറഞ്ഞോണ്ടിരിക്കും, പേടിപ്പിക്കും മനുഷ്യനെ. ഞാൻ പേടിപ്പിക്കുന്നില്ല. എനിക്ക് ഓടിക്കാൻ പ്രവണത ഉണ്ടാവാ. ആദ്യം ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ നിന്ന് ഓടിച്ച് പിടിച്ചുകൂടാ. ഓടിച്ചിട്ടുള്ള അവിടെ നിന്നാണ് കല്യാണം കഴിഞ്ഞ ടൈമിൽ ഇവിടെ എന്നെ ബാക്കിലിരുത്തിയിട്ട് എന്തോരം ഓടിച്ച് ചേർന്ന് പോകുന്നത്. അത് അച്ഛൻ്റെ സ്കൂട്ടറുണ്ട് ആക്റ്റീവി, അതിട്ട് ആ സമയത്ത് റോട്ടിലധികം വണ്ടികളില്ല. അല്ല, ഓടിച്ച് ഇവിടെ പഠിച്ച് പരിശീലിച്ചാലാണ് നമുക്ക് ധൈര്യം കിട്ടുള്ളൂ. അല്ലാണ്ട് ഒറ്റയടിക്ക് റോഡിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല. ഓടിച്ച് പരിശീലിച്ച് ധൈര്യം കിട്ടിയിട്ട് എന്തിനാ? എന്നെ എവിടേക്കേലും വിടുവോ ചേട്ടൻ? ഓടിക്കുക ആദ്യം. എനിക്ക് ആകെപ്പാടെ പോവാനുള്ളത് എൻ്റെ വീട്ടിലേക്ക്. പിന്നെ എനിക്ക് പോകേണ്ടി വരെ ഇപ്പം ജഗ്ഗുവിൻ്റെ സ്കൂളിൽ അങ്ങനെ മീറ്റിംഗ് ഉണ്ടെങ്കിൽ മിക്കവാറും ചേട്ടൻ പൊക്കോളും. ഇനിയിപ്പോൾ ചേട്ടൻ അഥവാ പറ്റില്ലെങ്കിൽ മാത്രം 2 സ്ഥലത്തേക്ക് എന്നെ വിടില്ല എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് എങ്ങോട്ടും പോവല്ലേ? അല്ല, ആദ്യം ഓടിച്ച് പഠിക്കേ. എന്തിന്? ഒരാവശ്യം ഉണ്ടെങ്കിലല്ലേ. ആവശ്യം എപ്പോഴാണ് മനുഷ്യന് വരാന്ന് പറയാൻ പറ്റില്ലല്ലോ. ആദ്യം ഓടിക്കാൻ ശ്രമിക്കുക. നന്നായി ഓടിക്കാൻ അറിയുന്നതിന് പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ. ഓടിച്ച് പഠിക്കാണ്ട് വെറുതെ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല.
ഓടിക്കാനായിട്ട് സമ്മതിക്കൂലേ? ആദ്യം ഓടിച്ച് പഠിക്കേ. ഓടിച്ച് പഠിക്കാനും സമ്മതിക്കില്ലേ ചേട്ടാ? ഓടിച്ച് പഠിക്കാൻ ഇപ്പനെ ഓടിപ്പിച്ചേ, ഇപ്പനെ ഓടിപ്പിക്കേ. അല്ലാണ്ട് വെറുതെ വണ്ടി വന്നിട്ട് എന്നാ എന്നെ ഓടിച്ചോ എന്ന് പറഞ്ഞിട്ട് വണ്ടി വരും. നമ്മൾ ആദ്യം പരിശീലിക്കണം. ചേട്ടാ ചതൽപ്പുറ്റുകള് അത് ഞാൻ കായിക്കോട്ടുണ്ട് കളയാം. ചതൽപ്പുറ്റ് കണ്ടോ ഇവിടെ? ആ കള്ളിയിൽ അവിടെ ആയിരുന്നു, അതിപ്പോ അവിടത്തെയൊക്കെ പോയി. അതിൻ്റെ ഉള്ള കൂറുമ്പ് പൊടി ഉപ്പിന് കണ്ട പനട്ടെ. ആ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് അതൊക്കെ പോയി. 10 പാക്കറ്റ് കല്ലുപ്പ് കൊണ്ടുവന്നിട്ടു. ചേട്ടത് തുറക്കുണ്ടെങ്കിൽ കല്ലുപ്പ് വാങ്ങിയിട്ടാണെങ്കിൽ കയ്യോടെ ഇട്ട് കൊടുക്കാം ഉപ്പ്. നമ്മളെ പണികൾ കുറേ കഴിഞ്ഞു. ചോറ് പോകണം. കോഴിയും ഉരുളക്കിഴങ്ങും ചേർത്ത് വെച്ചിട്ടുള്ള കൂട്ടാനാണ്. പിന്നെ ചോറ് നമ്മുടെ ഈ കുടിയില് വീഡിയോ കൊടുക്കണ കാരനാ. വീഡിയോ എടുക്കല് കഴിഞ്ഞാൽ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്ത് നമുക്ക് ഫാൻ ഇട്ടിരിക്കാം. ഭയങ്കര വിശപ്പായി. കുറെ പണിയെടുത്തല്ലോ. ആ കടപ്പിടാനൊക്കെ ബുദ്ധിമുട്ടായി. ബാക്കിയൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് നിർത്താം. നേരെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് വേറൊരു പാചക വീഡിയോ കാണാം കേട്ടോ. അതുവരെ നന്ദി, നമസ്കാരം.